മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം വേഗത്തിലാക്കാൻ സംസ്ഥാന സർക്കാർ. പുനരധിവാസ പദ്ധതിക്ക് മന്ത്രിസഭ ഇന്ന് അംഗീകാരം നൽകും. പദ്ധതിയുടെ നിർമ്മാണ ചുമതല കിഫ്ബിക്ക് കൈമാറാനാണ് സാധ്യത. സഹായം വാഗ്ദാനം ചെയ്ത വിവിധ സംഘടനാ പ്രതിനിധികളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ചർച്ച നടത്തും. ചർച്ചയിൽ കർണാടക സർക്കാരിന്റെയും രാഹുൽ ഗാന്ധിയുടെയും പ്രതിനിധികൾ പങ്കെടുക്കും. മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി 3:30 മാധ്യമങ്ങളെ കാണും. ആർ ഋഷിപാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ആർ ഋഷിപാൽ, പുതുവർഷത്തിൽ തന്നെ ഈ പുനരധിവാസ പദ്ധതിക്ക് സർക്കാർ അംഗീകാരം നൽകും. ഇനി കോടതിയിൽ കേസിന്റെയും നൂലാമാലകളുടെയും ഒന്നും തടസ്സമില്ല. ഹൈക്കോടതി അതെല്ലാം ക്ലിയർ ചെയ്തു കൊടുത്തു. എൽസ്റ്റൺ എസ്റ്റേറ്റും നെടുമ്പാറ എസ്റ്റേറ്റും ഏറ്റെടുക്കാൻ സർക്കാരിന് മുന്നിൽ ഇനി തടസ്സങ്ങളൊന്നുമില്ല. ഇനി കാര്യങ്ങൾക്കെല്ലാം വേഗം കൂടുമല്ലേ ആർ ഋഷിപാൽ? ഡോക്ടർ അരുൺകുമാർ, എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കുന്നതിന് നിയമ തടസ്സമില്ലെന്ന് വ്യക്തമായതിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാർ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതിക്ക് വേഗം കൂട്ടാനുള്ള തീരുമാനമെടുത്തത്. പുനരധിവാസ പദ്ധതിയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയും അതിന്റെ കരട് ചീഫ് സെക്രട്ടറി കഴിഞ്ഞ പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിച്ച് വളരെ വിശദമായ ചർച്ചകൾ നടത്തി. ഇന്ന് ഇപ്പോൾ അല്പസമയം മുമ്പ് മന്ത്രിസഭാ യോഗം തുടങ്ങി. മന്ത്രിസഭാ യോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച തന്നെ വയനാട് ഈ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതിയാണ്. അതിന്റെ മാസ്റ്റർ പ്ലാനിന് ഇന്ന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകും. അതിന് തൊട്ടുപിന്നാലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ പുനരധിവാസത്തിന് സഹായം വാഗ്ദാനം ചെയ്ത സംഘടനകളുടെ നേതാക്കളുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. അത് തമിഴ്നാട് പ്രതിനിധി ഉൾപ്പെടെ എത്തിച്ചേർന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ പ്രതിനിധിയുണ്ട്. അതിനു പുറമെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, ടി സിദ്ദിഖ് MLA അടക്കമുള്ളവർ പങ്കെടുക്കുന്നു. മുസ്ലിം ലീഗ് പ്രതിനിധി PK കുഞ്ഞാലിക്കുട്ടിയും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതാക്കളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 50-ലേറെ വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത സംഘടനകളെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളെയും മാത്രമാണ് ഇന്നത്തെ കൂടിക്കാഴ്ചയ്ക്ക് മുഖ്യമന്ത്രി വിളിച്ചത്. ഇന്ന് മാസ്റ്റർ പ്ലാനിന്റെ വിശദാംശങ്ങൾ ഇവരുമായി ചർച്ച ചെയ്യും. സഹായം വാഗ്ദാനം ചെയ്തവരുമായി വിശദമായി ചർച്ച ചെയ്യും. വൈകിട്ട് 3:30 മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഏതായാലും ആ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വിശദീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതും വയനാട് ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ പുനരധിവാസ പദ്ധതിയാണ്. അവിടേക്കുള്ള സഹായ വാഗ്ദാനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പദ്ധതി എങ്ങനെയാണ്? കാരണം ഒരു ടൌൺഷിപ്പാണ് സർക്കാർ വിഭാവനം ചെയ്യുന്നത്. ലോകത്തിന് തന്നെ മാതൃകയാകുന്ന പുനരധിവാസം എന്ന് തന്നെയാണ് സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചത്. അങ്ങനെയുള്ള ഒരു പുനരധിവാസ പദ്ധതിയാണ്. ഏതായാലും ഇനി അതിവേഗത്തിൽ തന്നെ പുനരധിവാസം പൂർത്തിയാക്കാനുള്ള ശ്രമമായിരിക്കും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക. അരുൺകുമാർ. ഓക്കെ ഋഷിപാൽ, വളരെ ആശ്വാസകരമായ വാർത്ത. ഈ പുതുവർഷത്തിൽ തന്നെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസം അതിവേഗത്തിലാക്കാൻ സർക്കാർ ഇന്നിപ്പോൾ പദ്ധതിക്ക് അംഗീകാരം നൽകും. മന്ത്രിസഭാ യോഗത്തിൽ അംഗീകാരത്തിനു ശേഷം സ്പോൺസർമാരുമായിട്ട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കൂടിക്കാഴ്ച. അതിനുശേഷം 3:30 മാധ്യമങ്ങളെ കാണും. കൂടുതൽ വിവരങ്ങൾ നമ്മൾ 3:30 പ്രേക്ഷകരിലെത്തിക്കും. കിഫ്ബിക്കായിരിക്കും നിർമ്മാണ ചുമതലയെന്ന് നമ്മൾ കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് വളരെ വേഗം തന്നെ നടക്കാനാണ് സാധ്യത.